അതിജീവനം തേടുന്ന പുനരധിവാസം. ഓരോ ദുരന്തങ്ങൾക്ക് ശേഷവും സഹായമൊഴുകാറുണ്ടെങ്കിലും അർഹരിലേക്ക് അർഹിച്ച രീതിയിൽ അവ എത്താറുണ്ടോ എന്നത് ഇപ്പോഴും സംശയമുള്ള കാര്യമാണ്. ചുവപ്പ് നാടകളിൽ പലതും കുടുങ്ങിക്കിടക്കലും വലിയ കാലതാമസവും ഇരകൾക്കുണ്ടാക്കുന്ന പ്രയാസം ചെറുതല്ല. ഈ സാഹചര്യത്തിൽ അധികൃതരുടെ ഹൃദയത്തിലേക്ക് എഴുതുകയാണ് സുപ്രഭാതം. സുപ്രഭാതം പരമ്പര അതിജീവനം തേടുന്ന പുനരധിവാസം 1-ാം എപ്പിസോഡ്. ഇതാ, ഇങ്ങനെയാകരുത് വയനാടിൻ്റെ ഭാവി. വയനാടിന്റെ ഭൂപടത്തിൽ നിന്ന് മാഞ്ഞുപോയ 2 ഗ്രാമങ്ങളിൽ ബാക്കിയായ മണ്ണിലും മനുഷ്യരുടെ കണ്ണിലും മഹാദുരന്തത്തിന്റെ പകപ്പ് മാഞ്ഞിട്ടില്ല. ഒരു മുഖത്തും പുഞ്ചിരി തെളിഞ്ഞിട്ടില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സങ്കടമൊഴുകുകയാണ്. ഇപ്പോഴും ചാലിയാറിന്റെ ആഴങ്ങളിലും മുണ്ടക്കൈയുടെ മണ്ണിലും ചൂരൽമലയുടെ ഇടനെഞ്ചിലും രക്ഷാദൗത്യത്തിൽ തന്നെയാണ് മനുഷ്യസ്നേഹികൾ. മലയാളികൾ അങ്ങനെയാണ്. പോലീസിനെയും പട്ടാളത്തെയും കാത്തു നിൽക്കില്ല. അഗ്നിമന രക്ഷാസേനയും ആരോഗ്യ പ്രവർത്തകരെയും നോക്കി നിൽക്കില്ല. എണ്ണിയാൽ ഒടുങ്ങാത്ത മനുഷ്യരാണ് എണ്ണയിട്ട യന്ത്രം പോലെ അവിടെ പ്രവർത്തിക്കുന്നത്, ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാർ സന്നദ്ധ സംവിധാനങ്ങൾക്കൊപ്പം മനുഷ്യത്വം മല കയറി ചെന്നത് അവിടെ മാത്രമല്ലല്ലോ. ഓരോ ദുരന്തമുഖത്തും മലയാളിയുടെ കരുതലിൻ്റെ കവചമുണ്ടാകാറുണ്ട്. പെരുമൺ ദുരന്തത്തിൽ, കടലുണ്ടി ട്രെയിൻ അപകടത്തിൽ, സുനാമി തിരയിൽ, ഓഖിയിൽ, പ്രളയകാലങ്ങളിൽ സഹായത്തിനായി ഒരുപാട് കരങ്ങൾ ഉയർന്നത് കണ്ടതാണ് കേരളം. ചേർത്ത് നിർത്തലിൻ്റെ വിശ്വമാതൃകകളാണ് തെളിഞ്ഞത്. കവളപ്പാറയിലും പുത്തുമലയിലും കുട്ടിക്കലിലും പെട്ടിമുടിയിലും ഉരുൾ ആർത്തുലിച്ചു വന്നപ്പോഴും മലയാളിയുടെ മനുഷ്യത്വം കരുണയുടെ കയ്യൊപ്പുകൾ ചാർത്തി. കരിപ്പൂരിൽ വിമാന ദുരന്തമുണ്ടായപ്പോഴും സൗദി ജയിലിൽ വധശിക്ഷ കാത്തിരുന്ന മലയാളി യുവാവിൻ്റെ മോചനത്തിന് എത്ര കോടികളാണ് നമ്മൾ സമാഹരിച്ചത്. അവിടെയെല്ലാം മലയാളി മനസ്സിൻ്റെ വിശാലതയുടെ ആഴം കണ്ടതാണ് നമ്മൾ. ഇത്തരം മാനവികതയ്ക്ക് മറ്റു മാതൃകകൾ ലോകത്തെവിടെ കാണും? കേരളത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഏറ്റവും ഒടുവിലത്തെ ജല ദുരന്തമാണ് വയനാട്ടിൽ കണ്ടത്. സംസ്ഥാനം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ. ഓരോ നിമിഷവും ഉയർന്ന മരണസംഖ്യ, ഓരോ സെക്കൻഡിലും വളർന്നു. നഷ്ടക്കണക്കുകൾ വേറെ. പുതിയ വിവരങ്ങൾ ഇപ്പോഴും ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 7 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ആകെ നടന്നത് 3728 ഉരുൾപൊട്ടലുകളായിരുന്നുവെങ്കിൽ ഇതിൽ 2239 എണ്ണവും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലായിരുന്നു എന്നത് നമ്മളിലൊക്കെ ആശങ്ക വർദ്ധിപ്പിക്കേണ്ടതല്ലേ? എന്തുകൊണ്ട് കേരളത്തിൽ ഇത്ര വലിയ ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു? കാരണം ആരായേണ്ടതല്ലേ? പ്രതിവിധി കണ്ടെത്തേണ്ടതുമല്ലേ? ദുരന്തമുണ്ടായത് മുതൽ വയനാടിനായി കാരുണ്യത്തിൻ്റെ കനിവ് പെയ്യുകയാണ്. പുനരധിവാസത്തിനായി പദ്ധതികളും ഫണ്ടുകളും ഒഴുകുകയാണ്. ആദ്യ ദിവസങ്ങളിൽ തന്നെ 485 സ്നേഹവീടുകൾ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു. പുതിയ ടൗൺഷിപ്പും പദ്ധതികളും സർക്കാർ പ്രഖ്യാപിച്ചു. പുനരധിവാസവും പുനർനിർമ്മാണവും അതിവേഗം നടപ്പിലാക്കുവാനുള്ള ആസൂത്രണങ്ങൾ പുരോഗമിക്കുകയാണ്. ലോകോത്തരമായ പുനരധിവാസം സാധ്യമാക്കുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ആശാവഹമായ തീരുമാനങ്ങൾ, പ്രതീക്ഷ പകരുന്ന പ്രഖ്യാപനങ്ങൾ. പക്ഷേ ദുരന്തങ്ങളെ എളുപ്പം മറക്കുന്നവർ കൂടിയാണ് സർക്കാർ സംവിധാനങ്ങൾ. ദുരന്തങ്ങളുണ്ടാകുന്ന പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് വാഗ്ദാന ലംഘനങ്ങളുടെ പെരുമഴകൾ. അവർക്ക് നൽകുന്ന ഉറപ്പുകൾ പലതും പാലിക്കപ്പെടാറില്ല. അല്ലെങ്കിൽ ക്ഷമയുടെ നെല്ലിപ്പലക കാണേണ്ടി വരും. പലയിടത്തും അതാണ് വാർഡ് മാതൃകകൾ. കവളപ്പാറയിലും പുത്തുമലയിലും പെട്ടിമുടിയിലും വീട് നഷ്ടപ്പെട്ടവർക്ക് നൽകിയ ഉറപ്പുകൾ യാഥാർത്ഥ്യമായോ? എന്താണ് അതിൻ്റെ വർത്തമാനങ്ങൾ? അങ്ങനെയാകുമോ വയനാടിൻ്റെ ഭാവിയും? സുപ്രഭാതം ഇവിടെ അന്വേഷിക്കുകയാണ്. ആദ്യം നമ്മൾ കവളപ്പാറയിലേക്കാണ് പോകുന്നത്. കവളപ്പാറക്കാരെ കബളിപ്പിച്ചവരോട് നമുക്ക് ചിലത് പറയാനുണ്ട്. 2019 ഓഗസ്റ്റ് 8 കവളപ്പാറയിലെ ഉരുൾ ദുരന്തം. മുത്തപ്പൻമല കവളപ്പാറയെ 59 മനുഷ്യജീവനുകളോടൊപ്പമാണ് വിഴുങ്ങിയത്. അവരുടെ വീടും കൃഷിഭൂമിയും എല്ലാം നഷ്ടമായി. 11 പേർ ഇപ്പോഴും മണ്ണിയിൽ എവിടെയോ ഉറങ്ങുകയാണ്. രാത്രി 8ഓടെയാണ് ദുരന്തമുണ്ടാകുന്നത്. താഴ്വാരത്തിലെ 45 വീടുകൾ മണ്ണിൽ പുതഞ്ഞുപോയി. 20 ദിവസം നീണ്ട തിരച്ചിലിനൊടുവിലാണ് 48 മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നത്. പാതാറിലും സർവനാശം തന്നെ വിതച്ചു. ഈ ഗ്രാമം തന്നെ കാണാതെ പോയി. എന്നാൽ ആളപായമുണ്ടായില്ല.
ആ വർഷമുണ്ടായ ഏറ്റവും വ്യാപ്തിയുള്ള ഉരുൾപൊട്ടൽ കവളപ്പാറയിലേതായിരുന്നു. ഒരു പക്ഷേ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രഹരശേഷിയുള്ള ദുരന്തങ്ങളിലൊന്ന്. പുത്തുമലയും കവളപ്പാറയും താമസയോഗ്യമല്ല എന്ന് ജിയോളജി വകുപ്പ് കട്ടായം പറഞ്ഞിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഈ നാട്ടിലെ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരുടെ പുനരധിവാസത്തിൽ സർക്കാരിന് കൂടുതൽ ശുഷ്കാന്തി ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. കവളപ്പാറയിൽ കരുണ കൂടുതൽ ചെയ്യുമെന്ന് കേരളം കാത്തിരുന്നു, പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ സംഭവിച്ചതോ? ചില പത്രവാർത്തകളുടെ തലക്കെട്ടുകൾ പറയും ആ സംഭവങ്ങളുടെ ചില ഉദാഹരണങ്ങൾ. കവളപ്പാറയിലെ പുനരധിവാസം വൈകുന്നു. MLAക്ക് ഹൈക്കോടതി നോട്ടീസ്. കവളപ്പാറ 67 പേർക്ക് ഭൂമി വാങ്ങാൻ ഫണ്ട് അനുവദിച്ചത് ഒരു വർഷത്തിനു ശേഷം. കവളപ്പാറ 2ാം ഘട്ട പുനരധിവാസം അർഹരെ ഒഴിവാക്കി. ആശിച്ച ഭൂമിയിലേക്കുള്ള കവളപ്പാറക്കാരുടെ വഴിമുടക്കിയത് MLA എന്ന്. നിയമയുദ്ധത്തിനൊടുവിൽ ചളിക്കൽ കോളനിക്കാർക്ക് ഗൃഹപ്രവേശനം. 2ാം ഘട്ട പുനരധിവാസത്തിൽ അർഹതപ്പെട്ട 60ഓളം കുടുംബങ്ങളെയാണ് ഒഴിവാക്കിയത്. അപകട ഭീഷണി മൂലം മാറി താമസിക്കണമെന്ന മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ നിർദ്ദേശം നൽകിയവരാണ് പട്ടികക്ക് പുറത്തായത്. പ്രമുഖ പാർട്ടിയുമായി ബന്ധപ്പെട്ടവരും ആ പാർട്ടിയുടെ അനുഭാവികളായിരുന്നു പട്ടികയിൽ ഉള്ളതെന്നും ചൂണ്ടിക്കാട്ടി കവളപ്പാറ കോളനി കൂട്ടായ്മ ഹൈക്കോടതിയെ സമീപിച്ചു. തൊട്ടടുത്ത 4 വീടുകളിൽ നിന്ന് 3 വീടുകൾ ഒഴിവാക്കിയായിരുന്നു പട്ടിക. ഉരുൾപൊട്ടിയെത്തിയ ഒരു വീടാകട്ടെ സംഘടനാ ഭാരവാഹിയുടേതായിരുന്നു. ഇതിലും കോടതി ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഈ പാവങ്ങൾക്ക് നീതി ലഭിച്ചത്. അനീതിയുടെ ആ കഥകൾ നാളെ.